السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين، وعلى آله وأصحابه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. مرحبا صل على ഹസ്തം സനാഖാനെ റസൂൽ. മർഹബാ സല്ലി അലാ ഹസ്തം സനാഖാനെ റസൂൽ. सद सलामे मन बजिस्मे पाक बर जाने रसूल. सद सलामे मन बजिस्मे पाक बर जाने रसूल. വീണ്ടും ഈ സ്നേഹത്തിന്റെ തീരത്ത്, വീണ്ടും ഈ കാരുണ്യത്തിന്റെ തീരത്ത് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമേ, അല്ലാഹുവിന്റെ അനുഗ്രഹക്കേദാരമേ, ഗോളങ്ങളും ഗ്രഹങ്ങളും താരാപദങ്ങളും ക്ഷീരപദങ്ങളും ഉൽക്കകളും കൊള്ളിമീനുകളും വാൽനക്ഷത്രങ്ങളുമെല്ലാം, അറിയപ്പെട്ട പ്രപഞ്ചങ്ങളും അറിയപ്പെടാത്ത യൂഥങ്ങളും ഭ്രമണമണ്ഡലങ്ങളും രേഖകളും പറയപ്പെട്ട കഥകളും പറയപ്പെടാത്ത കഥകളും കേട്ടറിഞ്ഞ വൃത്താന്തങ്ങളും കേട്ടറിവില്ലാത്ത വാർത്താന്തരങ്ങളും എല്ലാം പോറ്റിപ്പണിയുന്ന സർവശക്തനെ, നാഥനെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق. أولم يكف بربك أنه على كل شيء شهيد. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും, ചക്രവാളങ്ങളിലും അവരുടെ സ്വന്തങ്ങളിലും. ചക്രവാളങ്ങളിൽ പുതിയ പുതിയ ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും ഓരോന്നായി വെളിവായി വരുന്ന അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളുടെ കണ്ടെത്തലുകളുടെ ലോകത്ത് നിന്നുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് മദീനയിലേക്കുള്ള പാതയിൽ വിമോചകൻ നടന്നുപോയ, മാർഗദർശി നടന്നുപോയ, പൂക്കൾ വിതറിയ നന്മകളുടെ മൂല്യങ്ങളുടെ സുഹൃതങ്ങൾ വിരിഞ്ഞു കിടക്കുന്ന പരിശുദ്ധ ദേഹമേ, കാരുണ്യത്തിന്റെ തിരുവർഷമേ, ലോകത്തിന്റെ മുഴുവൻ കാരുണ്യ പ്രകർഷമേ മുസ്തഫ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ചൊവ്വയിൽ പോലും ജീവനുണ്ടോ എന്ന് അന്വേഷണം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ ഈ വിളംബരം എത്ര അന്വർത്ഥമാണ്. ചക്രവാളങ്ങളിൽ മാത്രമല്ല, അവരുടെ സ്വന്തങ്ങളിലും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എന്തിനെന്നറിയുമോ? ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ ദൃഷ്ടാന്തങ്ങളും അതിന്റെ പിറകിലുള്ള ഏകനായ ദൈവവും സത്യമാണ്, പരമസത്യമാണ്, യാഥാർത്ഥ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ദൃഷ്ടാന്തങ്ങളൊന്നായി അവർക്ക് ബോധ്യപ്പെടുത്താൻ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. സകല കാര്യങ്ങൾക്കും നിന്റെ റബ്ബ് മതിയായ സാക്ഷിയാണ്. നിന്റെ റബ്ബ് എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായിട്ട് പോന്നവനല്ലയോ നബിയെ മുസ്തഫ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവെ സ്തുതിച്ചുകൊണ്ടാണ് വിശ്വപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും ചിന്തകനുമായിരുന്ന ഷെയ്ഖ് അബുൽ ഹസൻ അലി ഹസനി അൻ-നദ്വി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പെങ്ങൾ എഴുതിയ ഒരു സ്തുതി കീർത്തനത്തിലൂടെ നമ്മൾ അല്ലാഹുവെ വാഴ്ത്തുകയാണ്. കബ് സേ ഖടി ഹൂം യാ റബ്ബ് ഉമ്മീദ് കേ സഹാരെ. കബ് സേ ഖടി ഹൂം യാ റബ്ബ് ഉമ്മീദ് കേ സഹാരെ. മൗലാനായുടെ സഹോദരി അമത്തുല്ല തസ്നീം, അവർക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയുമാറാകട്ടെ. അവർ പറഞ്ഞ പോലെ കബ് സേ ഖടി ഹൂം യാ റബ്ബ് ഉമ്മീദ് കേ സഹാരെ. പ്രതീക്ഷയുടെ ഈ ആലംബവും കാത്ത് എത്ര കാലമായി ഞാൻ നിന്റെ മുമ്പിൽ, നിന്റെ സവിധത്തിങ്കൽ, നിന്റെ വാതിൽക്കൽ പ്രാർത്ഥനയുമായിട്ട് ഞാൻ നിൽക്കുന്നു എന്റെ നാഥ. ഇത് പ്രഭാഷണത്തിന്റെ സദസ്സല്ല, ഇത് പ്രാർത്ഥനയുടെ സദസ്സാണ്. ഇത് ഹൃദയം ഉരുകുന്ന സദസ്സാണ്. ഇത് മാനസങ്ങൾ കോരിത്തരിക്കുന്ന സദസ്സാണ്. ഇത് ആത്മാവുകൾ വിറങ്ങലിക്കേണ്ട സദസ്സാണ്. ഇത് പരിശുദ്ധ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയുടെ സുഹൃതങ്ങളും നേട്ടങ്ങളും അധ്യാപനങ്ങളും തത്വങ്ങളും പരിവർത്തനങ്ങളും വിപ്ലവങ്ങളും പഠിപ്പിച്ചതും പറഞ്ഞു തന്നതും പുഞ്ചിരി തൂകിയതും അവിടുത്തെ കണ്ണ് നിറഞ്ഞതും അവിടുത്തെ പാദങ്ങൾ ചലിച്ചതും ഉപരിലോകത്തേക്ക് കടന്നുപോയ വിധാനങ്ങളും തുറന്നിട്ട വാതായനങ്ങളും ചരിത്രത്തിന്റെ പുളകവേ, മുഴുവൻ മാനുഷ്യകത്തിന്റെ വസന്തമേ, മുഴുവൻ ഉത്കർഷത്തിന്റെ തിരുനാഥനെ, മുഴുവൻ പരിവർത്തനത്തിന്റെ വക്താവേ, നന്മയുടെ നാഥനെ, പരിവർത്തനത്തിന്റെ നാഥമേ, മാനവിക കുലത്തെ ഒരുമയിലും ഐക്യത്തിലും സ്നേഹത്തിലും ഒന്നിച്ചു നിർത്താൻ വേണ്ടി പാടുപെട്ട ദൈവദൂതരെ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്തുതിക്കുമ്പോൾ യാ അല്ലാഹ്, അല്ലാഹുവേ സ്തുതിച്ചുകൊണ്ട് യേ ദിൻ ന ജാനേ മേനെ കിസ് തരഹ് സേ ഗുസാരേ, എന്റെ ഈ ദിവസം ഞാൻ എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാത്ത വിധം ഞാൻ സങ്കടപ്പെട്ട് നിന്റെ വാതിൽക്കൽ നിലകൊള്ളാൻ തുടങ്ങിയിട്ടെത്ര കാലമായി നാഥാ. ഈ സദസ്സിലിരിക്കുന്ന ജ്യേഷ്ഠാനുജന്മാരും ഉമ്മപെങ്ങന്മാരും ഓർക്കണം, ഇത് ഒരു സഹോദരി എഴുതിയിട്ടുള്ള പ്രാർത്ഥനാ കാവ്യമാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വേണമെങ്കിൽ പെണ്ണിന്റെ കൈ പിടിച്ച തൂലികയിലും അത്ഭുതങ്ങളുടെ വസന്തങ്ങളും മലരുകളും വിടരുക തന്നെ ചെയ്യും. ബേചേനോ മുസ്തറബ് ദിൽ ജാകർ കിസേ പുകാരേ, അസ്വസ്ഥമായ എന്റെ ഈ ഹൃദയം ആരുടെ വാതിൽക്കൽ ചെന്ന് മുട്ടി വിളിക്കാനാണ്. വ കോൻ ഹേ ജോ ഹാലത്ത്
ബിഗടി ഹുവി സൻവാരെ, തകരാറായി കിടക്കുന്ന എന്റെ അവസ്ഥയെ നന്നാക്കി തീർക്കുവാൻ നിന്നെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട് കഴിയും? അല്ലാഹുവേ, അല്ലാഹുവേ, സർവശക്തനെ, ഉറ്റുനോക്കുന്നവൻ അവനാണ്. സൃഷ്ടിച്ചതും അവൻ തന്നെ, പോറ്റുന്നതും അവൻ തന്നെ, പരിപാലിക്കുന്നതും അവൻ തന്നെ. വായുമണ്ഡലം അവന്റേത്, വിഭവശേഖരം അവന്റേത്, അന്നങ്ങളും അവന്റേത്, സകല നന്മകളും അവൻ തന്നത്, സകല വിളക്കുകളും അവൻ കൊളുത്തിയത്. സൂര്യനാകുന്ന വലിയ വിളക്കും അവന്റെ വക, ചന്ദ്രനെ പോലുള്ള ഒരു നിലാവിന്റെ ജ്വാലയും അവന്റെ വക, നക്ഷത്രകോടികളും അവന്റെ വക, ക്ഷീരപദങ്ങളും താരാപദങ്ങളും, കണ്ടെത്തപ്പെട്ട ലോകങ്ങളും കണ്ടെത്തപ്പെടാത്ത നിഖില പ്രപഞ്ചങ്ങളുമെല്ലാം അവന്റെ വക. ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്തയും എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. സൂര്യന് ചുറ്റും കുറെ ഗ്രഹങ്ങൾ ചുറ്റിക്കറങ്ങുന്നത് പോലെ വേറെയും ഒരു സൂര്യനും അതിന് ചുറ്റും കറങ്ങുന്ന വേറെ കുറെ ഗ്രഹങ്ങളും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിക്കഴിഞ്ഞുവെന്ന ഒരു വാർത്ത ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പ്രബുദ്ധ ലോകത്തെ ആകർഷിക്കുകയാണ്. സയ്യിദുനാ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 15 നൂറ്റാണ്ട് മുമ്പ് വേറെയും ഭൂമികളും അവിടെ വേറെയും മനുഷ്യരുമുണ്ടെന്ന് പറഞ്ഞത് ഖുർആന്റെ സൂക്തത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. ബാബേ കറം നഖാലി നഫേർ യാ റബ്ബ്, ബാബേ കറം ഖാലി നഫേർ യാ റബ്ബ്, देना है अगर തുജേ ക്യോ ഹെ ദേർ യാ റബ്ബ്. കാരുണ്യത്തിന്റെ കവാടം ഞങ്ങൾക്ക് നേരെ അടച്ചിടല്ലേ നാഥ, തുറന്നിട്ട് തരണമേ നിന്റെ കാരുണ്യ കവാടങ്ങൾ. ഒരു നിശ്ചയവുമില്ലാത്ത ഈ ലോകത്ത് ഇന്ന് കണ്ടാൽ ഇന്ന് കണ്ടു, നാളെ കാണുമെന്നെന്താണ് ഉറപ്പ്? കാണുമ്പോ മരിക്കുകയും കേൾക്കുമ്പോ മരിക്കുകയും പുഞ്ചിരി തൂകുമ്പോ മരിക്കുകയും കുഞ്ഞുമക്കൾ കണ്ടു നിൽക്കെ പിതാവ് ഈ ലോകത്തോട് വിട പറയുകയും കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് ലോകത്തോട് വിട പറയുകയും ചെയ്യുന്ന മരണം നിഴൽ പോലെ പിന്നാലെ വരുന്ന ഈ ലോകത്ത് മഗ്മൂമദിൽ പേ യാ റബ്ബ് ലാസിം ഹെ റഹ്മ ഖാന, ഞങ്ങളോടൊരു കാരുണ്യം കാട്ടേണം നീ നാഥ. നിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുകയാണ് നാഥ. കർത്തി ഹുമേ ശികായത്ത് തുജ്സേ ആജിസാന, അങ്ങേയറ്റം അവശതയോടുകൂടി ഞാൻ നിന്റെ മുമ്പിൽ കരഞ്ഞു പറയുകയാണെന്ന ശൈഖ് അബുൽ ഹസൻ അലി നദ്വി റഹിമഹുല്ലാഹിയുടെ സഹോദരി സയ്യിദ മത്തുല്ലാ തസ്നീമിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയോടുകൂടി നാം ഇതായി മദീനയിലേക്കുള്ള പാതയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന اللهم لك الحمد ولك الشكر حمدا كثيرا طيبا مباركا غير مستودع ولا مستغنى ملء السماوات وملء الأرض وملء ما بينهما وملء ما شئت من شيء بعد. പുതിയ യൂഥം കണ്ടെത്തിയെന്ന് സയന്റിസ്റ്റ് പറയുമ്പോൾ ഈ നഗരിക്ക് നാമകരണം ചെയ്ത ഹസ്രത്ത് അല്ലാമ ഇഖ്ബാലിന്റെ ഒരു വരി അറിയാതെ മനസ്സിലേക്ക് കടന്നു വന്നു പോകും. യെ കായിനാത്ത് അഭീനാ തമാം ഹേ ശായദ്, യെ കായിനാത്ത് അഭീനാ തമാം ഹേ ശായദ്. ഈ പ്രപഞ്ചം ഇപ്പോഴും അപൂർണമാണ്, സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറയുന്നുണ്ട്, നമ്മളാണ് നമ്മുടെ കരങ്ങളെ കൊണ്ട് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, നാം തന്നെയാണ് അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടി ഒരു അടഞ്ഞ അധ്യായമല്ല. ഖുർആന്റെ വീക്ഷണത്തിൽ പ്രപഞ്ച സൃഷ്ടി അനുസ്യൂതം അഭംഗുരം നിർവിഘ്നം നടന്നുകൊണ്ടിരിക്കുന്ന മഹാപ്രക്രിയയുടെ മഹാപ്രവാഹമാണ്. അതുകൊണ്ട് മഗ്മൂമദിൽ പേ യാ റബ്ബ് ലാസിം ഹെ റഹ്മ ഖാന, നീ ഒരു അനുഗ്രഹം ചൊരിയേണ്ടത് നിർബന്ധമാണല്ലാ.
करती हुई मैं शिकायत तुझसे आजिज़ाना. നിന്റെ മുമ്പിൽ അങ്ങേയറ്റം അവശതയോടുകൂടി ഞങ്ങളിതാ നിന്നോട് ആവലാതി പറയുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ये कायनात अभी ना तमाम है शायद क्या रही है दमादम सदाए कुन फयकून. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ നിമിഷം തോറും കുൻ ഫയകൂൻ എന്ന മന്ത്രം മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇദാ റാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവൻ എന്തെങ്കിലും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ ലബോറട്ടറിയുടെ ആവശ്യമില്ല, പരീക്ഷണശാലകളുടെ ആവശ്യമില്ല, വലിയ കണ്ടുപിടുത്തങ്ങൾ വേണ്ട, ഉപകരണങ്ങൾ വേണ്ട, യന്ത്രസാമഗ്രികൾ വേണ്ട, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സങ്കീർണതകളോ ഒന്നുമില്ലാതെ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. കുൻ എന്ന ഒരു വാക്ക് ഉച്ചരിക്കേണ്ട താമസം അതങ്ങ് ഉണ്ടായി കഴിഞ്ഞുവെന്ന് ദമാദം സദായേ കുൻ ഫയകൂൻ. പ്രപഞ്ചത്തിലങ്ങോളം ഇങ്ങോളം എപ്പോഴും പ്രതിധ്വനിക്കുകയാണ്. കുൻ ഫയകൂൻ എന്ന മന്ത്രം എപ്പോഴും പ്രതിധ്വനിക്കുന്നുവെന്ന് വിശ്വചിന്തകനും വിശ്വമഹാകവിയും ഈ നഗരിന് എത്ര കൊല്ലം നാമകരണം ചെയ്യപ്പെടാൻ ഭാഗ്യമുണ്ടായ പരിശുദ്ധ നബിയെ സ്നേഹിച്ചവർ പരിശുദ്ധ നബിക്കൊപ്പമാണ്. അൽ മർഉ മഅമൻ അഹബ്ബ. മനുഷ്യനാരെ സ്നേഹിച്ചുവോ അവൻ ആ സ്നേഹിക്കപ്പെട്ടവരോടൊപ്പമാണ്. പരിശുദ്ധ നബിയുടെ ആശിക്കായിട്ട് അല്ലാമാ ഇഖ്ബാൽ റഹിമഹുല്ലാ പാടിയ പോലെ ഈ ലോകത്തിപ്പോഴും മുഴങ്ങുന്നത് ആ ഒരു മന്ത്രമാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാറി സ്വല്ലാ അലൈഹി ത്വയ്യിബൂനൽ അഖ്യാറു ഖദ് കുൻത ഖവ്വാമൻ ബുകിയൽ അസ്ഹാരി യാ ലൈത ശഅരി വൽ മനാബിൽ അത്വാരി ഹൽ തജ്മഉനി ഹബീബിദ്ദാരി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ഏറ്റവും സ്നേഹപ്പെട്ട, എന്റെ ഏറ്റവും ഉറ്റവരായ പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കാൾ പ്രിയപ്പെട്ടവരാരാണ്? പരിശുദ്ധ നബിയുടെ ഈ പൂന്തോപ്പിലേക്ക് വിരുന്നു വന്ന പരിശുദ്ധ നബിയുടെ സ്നേഹവും പൂക്കളും വസന്തവും തൂമണവും തേടി വന്ന പൂമ്പാറ്റകളെ, ശലഭങ്ങളെ, കുസുമങ്ങളുടെ തേന്നുകരാൻ വന്ന ശലഭറാണികളെ, ഉജ്ജ്വലമായ ഈ സദസ്സിലേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം രാത്രി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ രാജ്യവാസികൾ എങ്ങനെ ജീവിക്കുന്നുവെന്നറിയാൻ പതിവ് പോലെ രാത്രി തന്റെ രാജ്യത്തിന്റെ മുക്കുമൂലകളിലൂടെ ഏകാന്തപതികനായി ലോകത്തിന്റെ മഹാവരണാധികാരി പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായിയായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുമ്പോ അതാ ഒരു വാതിലിന്റെ ഇടയിൽ നിന്ന് അരണ്ട വെളിച്ചം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ വാതിലിന്റെ അടുത്ത് ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു നോക്കുകയാണ് അകത്തെന്താണ് നടക്കുന്നതെന്ന്. വൃദ്ധയായ ഒരു സ്ത്രീ 2 കഷ്ണം തുണിയെടുത്ത് കൂട്ടിത്തുന്നിക്കൊണ്ട് പാടുകയാണ്. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാറി صلى عليه الطيبون الأخيار قد كنت قواما بكي الأسحار يا ليت شعري والمنى بأطواري هل تجمعني وحبيب الدار. വൃദ്ധയായ സ്ത്രീ പാട്ടുപാടുന്നത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു വീടിന്റെ പുറത്ത് ഇരുട്ടത്തെ മറവിൽ ഒറ്റക്ക് നിന്ന് ഏകാന്തതയിൽ നിന്ന് ആലോചിച്ച് വിഷമിച്ച് ദുഃഖിച്ചു പോയി. എന്താണ് പാടുന്നത്? അലാ മുഹമ്മദിൻ സലാത്തുൽ അബ്റാറി. മുഹമ്മദിന്റെ മേൽ പുണ്യാത്മാക്കളുടെ സലാത്ത് മുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഈ സദസ്സും പരിശുദ്ധ നബിയുടെ മേലുള്ള സലാത്തിന്റെ മഹാ പേമാരി പെയ്യുന്ന സദസ്സാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം.
അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലാ അലൈഹി ത്വയ്യിബൂനൽ അഖ്യാറു. ഏറ്റവും ഉത്കൃഷ്ടരായ പുണ്യാത്മാക്കളും വിശുദ്ധരും പുണ്യനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണെന്ന് ഈ വൃദ്ധ സ്ത്രീ മന്ത്രിച്ചു പാടുകയാണ്. അടുത്ത വരിയിൽ അവർ പാടി, ഖദ് കുൻത ഖവ്വാമൻ ബുകിയൽ അസ്ഹാരി. രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നില്ലയോ അങ്ങന്റെ നബിയേ. നബി വഫാത്തായ ശേഷം ഒരു വൃദ്ധ സ്ത്രീയുടെ കൊച്ചു കാവ്യത്തിന്റെ കണ്ണീർ ഹാരമാണ്. ഖദ് കുൻത ഖവ്വാമൻ ബുകിയൽ അസ്ഹാരി. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും രാത്രിയുടെ അന്ത്യയാമത്തിൽ അല്ലാഹുവേ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളായിരുന്നില്ലേ അങ്ങന്റെ നബിയെ മുസ്തഫ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹബിഹി വസല്ലം. യാ ലൈതു ശഅരി വൽ മനാബി അത്വാരി. എനിക്കറിഞ്ഞുകൂടെ ഏതവസ്ഥയിലാണ് മരണം വന്നെന്നെ പിടികൂടുകയെന്ന്. ഈ സ്ത്രീ പറഞ്ഞു പോവുകയാണ്, ഏതവസ്ഥയിലാണ് ഞാൻ മരിക്കുകയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, അല്ലാഹ്. തുണി തുന്നുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ പ്രാർത്ഥനയാണിത്. അറേബ്യയുടെ മരുഭൂമിയിലെ ഒരു കൂരയിൽ നിന്ന് കേട്ട ഈ ഗാനം ഉമറിന്റെ ഹൃദയത്തെ ഉരുക്കിക്കളഞ്ഞു. ഹൽ തജ്മഉനി വഹബീബിദ്ദാരി. അല്ലാഹുവേ, എന്നെയും എന്റെ ഹബീബായ നബിയെയും ഒറ്റ വീട്ടിൽ നാളെ മരണത്തിന് ശേഷം നീ യോജിപ്പിച്ചു തരുമോ? അവിടുന്ന് കടക്കുന്ന സ്വർഗത്തിൽ എനിക്കും ഒരു പ്രവേശനം തരുമോ എന്നീ വൃദ്ധ സ്ത്രീ പാടുമ്പോ തളർന്ന് പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. വാതിൽക്കൽ നിൽക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാതിൽ പിടിച്ചുപോയി. തളർച്ച വന്നിട്ട് ഈ വരിയുടെ ഷോക്ക് താങ്ങാൻ കഴിയാതെ ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ പിടിച്ച് നിലത്തിരുന്ന് തളർന്നു പോയിട്ട് ഉമർ അവസാനത്തെ ഒരു വരി കൂട്ടിച്ചേർത്തു. വഉമർ ഫഗ്ഫിർ ലഹു ഗഫാരി. ഈ ഉമറിനും പുറത്തു തരേണമേ, എല്ലാം പുറത്തു കൊടുക്കുന്ന നാഥാ റബ്ബേ, പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പേരിൽ ദിവസങ്ങളോളം പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായി പോയി. ഒറ്റ കവിതയുടെ 2 വരി കേട്ടിട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഈ പാവപ്പെട്ട സ്ത്രീ പാടിയ 2 വരി കേട്ടിട്ട് രോഗഗ്രസ്തനായി പോയി ഉമർ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഉന്നതമായ തത്വങ്ങളെ കുറിച്ച് ഓർത്താൽ ആർക്കാണ് സങ്കടം വരാതിരിക്കുക? നബി എന്ന് പറഞ്ഞാൽ തന്നെ അവസാനിക്കാത്ത ഒരു കഥനക്കടലാണ്. അവസാനിക്കാത്ത കഥനക്കടലേ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവെ ധാരാളമായി സ്മരിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിച്ച് സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ടാണ് മദീനയിലേക്കുള്ള പാതയിൽ നമ്മൾ ഉപവിഷ്ടരായിട്ടും സന്നിഹിതരായിട്ടുമുള്ളത്. അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യന്നാ ലഹാ വമാ ലഹാ മിൻ ഫുറൂജ്. അവർ കണ്ടിട്ടില്ലേ? ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? ഉയർന്നു നിൽക്കുന്ന വാനലോകം ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മളല്ലേ അതിനെ നിർമ്മിച്ചത്, നമ്മളല്ലേ അതിനെ സൃഷ്ടിക്കുകയും അതിനെ അലങ്കരിക്കുകയും ചെയ്തത്. ആ ഉപരിലോകത്തേക്ക് നോക്കിയിട്ടില്ല മാനവാ നീ? അവിടെ വിടവുകളില്ലല്ലോ, ഒരു അപൂർണതയുമില്ലല്ലോ, ഒരു വൈകല്യവുമില്ലല്ലോ. പൂർണ്ണമായ ഏറ്റവും വലിയ സംവിധാന ക്രമത്തിലല്ലയോ അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج.
ഈ ഭൂമിയെ നാം വികസിപ്പിച്ചുണ്ടാക്കുകയും അതിൽ ഉറച്ച പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും അതിൽ കൗതുകമുള്ള സകല സസ്യവർഗങ്ങളെയും മുളപ്പിക്കുകയും ചെയ്തതും അവർ കാണുന്നില്ലേ? തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. സത്യത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനും ഏത് ദാസനും കണ്ട് മനസ്സിലാക്കാനും അനുസ്മരണവും ഉത്ബോധനവും ഉൾക്കൊള്ളാൻ പാഠമായി കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പോറ്റുകയും ചെയ്തിട്ടുള്ളത്. വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ് ആകാശത്തിൽ നിന്ന് വിശുദ്ധമായ വെള്ളം ഇറക്കിത്തന്നതും അതുകൊണ്ട് പൂന്തോട്ടങ്ങളെ മുളപ്പിച്ച് വളർത്തിക്കൊണ്ടു പോന്നതും കൊയ്തെടുക്കാൻ പറ്റിയ ധാന്യങ്ങളെ സൃഷ്ടിച്ചു പോറ്റിപ്പോന്നതും അവൻ തന്നെയല്ലയോ? വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തൽഉൻ നദീദ്. അടുക്കടുക്കായുള്ള കൊലകളോടുകൂടിയ ഈത്തപ്പഴക്കുലകളോടുകൂടിയ ഉയർന്ന ഈന്തമരങ്ങളും അവൻ സൃഷ്ടിച്ചു തന്നില്ലയോ? റിസ്ഖൻ ലിൽ ഇബാദ്. എല്ലാം അല്ലാഹുവിന്റെ ദാസന്മാരായിട്ടുള്ളവർക്കുള്ള അന്നമാണ്. നിങ്ങൾക്കൊരുക്കിത്തന്ന വിഭവങ്ങളാണ്, നിങ്ങൾക്കൊരുക്കിത്തന്നതാണ്. എല്ലാം ഒരുക്കിത്തന്നിട്ടും നാഥനെ നിഷേധിക്കുന്ന നന്ദികെട്ടവനെ മനുഷ്യ. അറവനൽ അമാനത്ത്. അമാനത്ത് മലകളുടെ മുമ്പിലും ആകാശഭൂമിയുടെ മുമ്പിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നാം ആവശ്യപ്പെട്ട് അവരൊക്കെ പിൻവാങ്ങിയിടത്തേക്ക് കടന്നു വന്ന മാനവനെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ശേഷം പിന്നെ നീ നന്ദികേട് കാണിച്ച് പിറകോട്ടോടുകയാണോ? വഅഹ്യൈനാ ബിഹി ബൽദം മൈത. മഴ പെയ്യിപ്പിച്ചിട്ട് ഈ ഭൂമുഖത്ത് ഞാൻ ജീവിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടില്ലയോ? കദാലികൽ ഖുറൂജ്. മഴ പെയ്ത ശേഷം മരിച്ചു കിടന്ന ഭൂമി ജീവിക്കും പോലെയാണ്. നാളെ ഖബറുകളിൽ നിന്ന് മരണശേഷം നിങ്ങൾ പൊട്ടിപ്പിളർന്നെഴുന്നേറ്റ് യാത്ര പുറപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഒരു ഉപമ നോക്കണം, ഖുർആന്റെ ഒരു ഗാംഭീര്യം നോക്കണം. മഴ പെയ്ത ശേഷം ഭൂമി ജീവിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് മരണശേഷം ഖബറുകളിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുന്നത്. മരണമേ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ കുല്ലുംറിഇം മുസ്ബിഹുൻ ഫീ അഹ്ലിഹി കുല്ലുംറിഇം മുസ്ബിഹുൻ ഫീ അഹ്ലിഹി വൽമൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. എല്ലാ മനുഷ്യനും തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷിച്ച് കഴിയുകയാണ്. പക്ഷേ അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അവന്റെ ദേഹത്തോട് അടുത്ത് കിടക്കുന്നുവെന്ന് പുണ്യനബിയുടെ വലങ്കൈ